നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോൾട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നുവരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ പിന്നനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഒന്നിച്ച് ധ്യാനിപ്പാനായിട്ട് ഹല്ലേലൂയ 139 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 139 സങ്കീർത്തനം. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്നേഹവാനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ വചനം ശ്രവിപ്പാനായി ഞങ്ങൾ ഒന്നിച്ച് നിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിന്റെ മർമ്മം മനസ്സിലാക്കി ഹല്ലേലൂയ. വചനം നീ ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുത്ത് അനുസരിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. നീ എഴുതിയിരിക്കുന്ന വചനം ഹല്ലേലൂയ കർത്താവേ, അത് എഴുതിയിരിക്കുന്നതായിട്ടുള്ള ആ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സ്വർഗത്തിന്റെ ആത്മാവ് ഞങ്ങളെ അത് ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. 139 സങ്കീർത്തനം ദാവീദിന്റെ മനോഹരമായിട്ടുള്ള സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചതായിട്ടുള്ള വേദഭാഗത്ത് അറിവുള്ളവനായിട്ടുള്ള ഒരു ദൈവത്തെ കുറിച്ച് അത് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അറിയുന്നു എന്നുള്ളത്, ദൈവത്തിന്റെ അറിവ് എന്നുള്ളത് ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ സത്യമാണ്. ഹല്ലേലൂയ. ലോകം ഇന്ന് അത് പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് അറിവുണ്ടോ എന്ന് ലോകം ചോദിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. 73 സങ്കീർത്തനത്തിന്റെ 11 വാക്യം വായിക്കുന്നതായുള്ള അവസരത്തിൽ അവിടെ അങ്ങനെ ലോകം ചോദിക്കുന്നതായുള്ള ഒരു ചോദ്യം അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവരെ ചോദിക്കുന്നതായുള്ള ചോദ്യമാണ്, നിങ്ങളുടെ ദൈവത്തിന് അറിവുണ്ടോ എന്നുള്ളത്. അത് 73 സങ്കീർത്തനം അത് 11 വാക്യം. ഹല്ലേലൂയ. ദൈവം എങ്ങനെ അറിയുന്നു? ആമേൻ. അത്യുന്നതനെ അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. അതെ, ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഹല്ലേലൂയ. 139 സങ്കീർത്തനത്തിൽ വരുമ്പോൾ അത് ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ ദൈവം സകലതും ശോധന ചെയ്ത് അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നോളജ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അറിവ് എന്നുള്ളത് അത് നാം പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താകുന്നു അതേ ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ അറിവിനെ കുറിച്ച് അത് മനസ്സിലാക്കുമ്പോൾ അതേ വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ ദൈവത്തിന്റെ അറിവിനെ കുറിച്ചൊക്കെ പ്രത്യേകമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതേ ശമൂവേലിന്റെ 1 പുസ്തകം 2 അധ്യായത്തിന്റെ 3 വാക്യം വായിക്കുന്നതായുള്ള അവസരത്തിൽ അവിടെ കാണുന്നതായിട്ടൊരു കാര്യമുണ്ട്. അത്യുന്നതനായിട്ടുള്ള ദൈവം വളരെയധികം അറിവുള്ളവനായിട്ടുള്ള ഒരു ദൈവമാണ് എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 40:28 വായിക്കുമ്പോൾ പറയാണ് അവിടെ കാണുന്നത്, ഹല്ലേലൂയ, അവൻ സകലതും അതേ ശോധന ചെയ്ത് അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവനായിട്ടുള്ള ദൈവം അതേ സകലതും അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, അവന്റെ അറിവിന്റെയും അവന്റെ ജ്ഞാനത്തിന്റെയും അതേ പ്രക്രിയയാണ് ഞാനും നിങ്ങളും വസിക്കുന്നതായിട്ടുള്ള ഇന്നത്തെ ഈ ലോകം. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നതൊക്കെയും വലിയ ദൈവത്തിന്റെ വലിയ അറിവിന്റെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ദാവീദ് പറയുകയാണ്, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് അതേ ദൈവത്തിന്റെ മക്കളെ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഒരു വലിയ സത്യമുണ്ട്. ഇങ്ങനെ വലിയ അഖിലാണ്ടത്തെ നിർമ്മിച്ച് അതേ വളരെ അറിവുള്ളവനായിട്ടുള്ള ലോകത്തിലെ അതേ വലിയ അറിവുള്ളവനേക്കാളൊക്കെയും അറിവുള്ളവനായിട്ടുള്ള ആ വലിയ നോളജ് ഉള്ളവനായിട്ടുള്ള ആ വലിയ ജ്ഞാനമുള്ളവനായിട്ടുള്ള നമ്മുടെ ദൈവം അതേ അവന്റെ ദൈവത്തിന്റെ പൈതലിനെയും അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മളെ അറിയുന്നവനായിട്ടുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് പറയുകയാണ്, അവൻ തന്റെ ജനത്തെ അറിയുന്നത് അല്ലെങ്കിൽ എന്നെ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവൻ എന്നെ അറിയുന്നത് അവൻ ശോധന ചെയ്തിട്ടാണ് അറിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, അത് നമുക്കും അത് രോഗികളായി തീരുമ്പോൾ ഒരു ഡോക്ടറുടെ അടുക്കൽ കടന്നു ചെല്ലും. ഹല്ലേലൂയ. അതെ, നമ്മുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ഡോക്ടർ മനസ്സിലാക്കുന്നത് പല വിധത്തിലുള്ള പരിശോധനകൾ അത് ചെയ്തു നോക്കിയിട്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ പ്രയാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും അവൻ അതേ പരിശോധന ചെയ്ത് അത് അവൻ ചെയ്യാവുന്ന എല്ലാ ശോധനകളും ചെയ്യുന്ന എല്ലാ എക്സ്പീരിയൻസുകളും ചെയ്തിട്ട് ഹല്ലേലൂയ അതെ എന്നെയും നിങ്ങളെയും അത് മനസ്സിലാക്കുന്നവനായിട്ടുള്ള അറിവുള്ളവനായിട്ടുള്ള ഒരു ദൈവമാണെന്ന് അതേ സങ്കീർത്തനകർത്താവ് അത് ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഞാൻ ഇരിക്കുന്നതും അത് എഴുന്നേൽക്കുന്നതും അതെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. എന്റെ എഴുന്നേൽപ്പും ഇരിക്കുന്നതും ഒക്കെയും അവൻ അറിയുന്നു. അതെന്താന്ന് ചോദിച്ചാൽ എന്റെ ചരണങ്ങളെ എല്ലാം അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ് അത് എന്നെ അതേ നടത്തുന്നത് എന്നുള്ളതാകുന്നു നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഹല്ലേലൂയ. എന്റെ തലയിലെ ഒരു രോമം പോലും അതേ പൊഴിയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ അറിവോടുകൂടിയാകുന്നു എന്ന് പറയുകയാണ്. നമ്മുടെ രോമങ്ങളെയൊക്കെയും അത് അറിയുന്നതായിട്ടുള്ള അത് എണ്ണിയിരിക്കുന്നതായിട്ടുള്ള ഒരു ദൈവത്തെ കുറിച്ച് അതേ ഇവിടെ സങ്കീർത്തനകർത്താവ് പറയുകയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ അറിവ് അത് നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അത് മറ്റ് അതേ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടിയാകുന്നു അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അത് റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 33-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അറിവിന്റെ ആഴമോ ഹല്ലേലൂയ എത്ര വലുതായിട്ടുള്ള സംഗതിയാകുന്നുവെന്ന് അത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ ഈ 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ അതേ ദൈവം നമ്മളെ അറിയുന്നു എന്ന് ദാവീദ് പ്രസ്താവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ഇവിടെ ദാവീദ് പറയുമ്പോൾ അത് ഞാൻ അതേ സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയെല്ലാം എന്റെ ദൈവം എന്നെ കുറിച്ച് അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അത് യാദൃശ്യമായി സംഭവിച്ചതല്ല. എന്റെ ദൈവം അറിഞ്ഞിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അത് നിന്റെ ജീവിതത്തിൽ ഒരു പരിശോധന, വേദനകൾ, കഷ്ടതകൾ അതേ നമുക്ക് ജീവിതത്തിൽ കടന്നു വരുന്നതും ഹല്ലേലൂയ ഓർത്തുകൊള്ളണം. അത് ദൈവത്തിന് അറിയില്ല എന്ന് നീ വിചാരിച്ചു പോകേണ്ട. ഹല്ലേലൂയ. എന്റെ ദൈവം അതെ അറിയുന്നവനായിട്ടുള്ള ദൈവമാണ്. പാട്ടുകാരൻ പാടിയിട്ടുണ്ടല്ലോ, അല്ലെ നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ വരും ഹല്ലേലൂയ, എന്നാൽ പരീക്ഷകളുടെ മധ്യത്തിലും നിനക്ക് നീക്കുപോക്ക് തരുന്നതായിട്ടുള്ള ഒരു ദൈവമുണ്ട്. നിന്റെ പരീക്ഷയെ കുറിച്ച് അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നതും അതേ എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇവിടെ ദാവീദ് പ്രസ്താവിക്കുകയാകുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാന്ന് ചോദിച്ചാൽ അവൻ വളരെ അറിവുള്ളവനായിട്ടുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാനും കേൾക്കാറുള്ളതാണല്ലോ ദൈവത്തിന്റെ അറിവിനെ കുറിച്ച്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ അറിയുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഉറപ്പാണ്. ഹല്ലേലൂയ. രണ്ടാമത് ഈ സങ്കീർത്തനത്തിൽ തന്നെ വേറൊരു വലിയ വിഷയമുണ്ട്. ഹല്ലേലൂയ. അതെന്താന്ന് ചോദിച്ചാൽ അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ കാണുന്ന അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ അതേ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവനെ അറിയുന്നവനായിട്ടുള്ള ദൈവം അവനെ നടത്തുന്നവനായിട്ടുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ എന്നെ നടത്തും. എന്റെ ദൈവം എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തില് ഹല്ലേലൂയ ജീവിക്കുമ്പോൾ പാപം നിറഞ്ഞതായിട്ടുള്ള ലോകത്തില്, അന്ധകാരം നിറഞ്ഞതായിട്ടുള്ള ലോകത്തില് ഹല്ലേലൂയ അതേ അപകടങ്ങൾ, ആപത്തുകൾ നിറഞ്ഞതായിട്ടുള്ള ലോകത്തില് ഒരു ദൈവ പൈതലിന് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രയാസം തോന്നിയേക്കാം. എന്നാൽ നിന്നെ നടത്തുന്നവനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. He guide you. ഹല്ലേലൂയ.
എ ഗൈഡിങ് ഗോഡ്. ഹല്ലേലൂയ. എ നോയിങ് ഗോഡ്, എ ഗൈഡിങ് ഗോഡ്. നിന്നെ അറിയുന്നവനായിട്ടുള്ള ഒരു ദൈവം, നിന്നെ നടത്തുന്നവനായിട്ടുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവൻ എന്നെ നീതിപാതകളിൽ കൂടെ അതേ നടത്തുന്നുവെന്ന്. ഹല്ലേലൂയ. അവൻ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥം വരാതെ വണ്ണം എന്നോട് കൂടെ ഇരിക്കുന്നവനായിട്ടുള്ള ഒരു നല്ല ദൈവമാണെന്ന് അതേ നമ്മളെ ദൈവവചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ നടത്തുന്നവനായിട്ടുള്ള ദൈവം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, അവിടെയും നിന്റെ വലങ്കൈ എന്നെ നടത്തും, അതേ നിന്റെ വലങ്കൈ എന്നെ അതേ കാത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാനും നിങ്ങളും അത് ഏകരാകുന്നുവെന്ന്. ആരും എന്നോട് കൂടെ ഇല്ല എന്നുള്ള അതേ ചിന്ത നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഭരിക്കാറുണ്ട്. ദൈവത്തിന്റെ വചനം പറയുക, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കരം പിടിച്ച് ഉയർത്തും. ഹല്ലേലൂയ. കരം പിടിച്ച് നടത്തിക്കൊള്ളും. ഹല്ലേലൂയ. എന്നെ നടത്തുന്നവനായിട്ടുള്ള ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ, നമ്മുടെയൊക്കെ ആയുസ്സിൽ ഓരോ അതേ വർഷങ്ങൾ നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ. അതെ, നമ്മുടെ വയസ്സ് എത്രയാണെന്ന് അവരവർക്കൊക്കെ അറിയാമല്ലോ. ഇത്ര നാളുകളും എന്നെയും നിങ്ങളെയും അതേ നടത്തിയവനായുള്ള ദൈവം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവജനമാകുന്ന ഇസ്രായേൽ ജനം അവർ പറയുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ അവർ പറയുകയാണ്, കഴിഞ്ഞ 40 വർഷക്കാലം അതേ മരുഭൂമിയുടെ അനുഭവത്തിൽ ഞങ്ങളെ നടത്തിയവനായുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ, ഞങ്ങളുടെ ജീവിതത്തിൽ അതേ അപ്പം കിട്ടാതിരുന്നപ്പോൾ, വിശപ്പിന്റെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ, മരുഭൂമിയുടെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ, ദാഹജലമില്ലാതെ അതേ ദാഹിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ അതേ ഞങ്ങളെ നടത്തിയവനായിട്ടുള്ളൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഞങ്ങളുടെ ജീവിതത്തിൽ അതേ അത്ഭുതത്തിന്റെ അനുഭവങ്ങളെയും കാണിച്ചുകൊണ്ട് അതേ ഞങ്ങളെ നടത്തിയവനായിട്ടുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും നടത്തുന്നവനായിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്ന് നമ്മളെ വായിക്കുകയാണ്. ഹല്ലേലൂയ. അനേക വേദഭാഗങ്ങളൊക്കെയും ഹല്ലേലൂയ അതേ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതേ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞ അതേ അവകാശവാദങ്ങളിലൊന്നാണല്ലോ അതേ ഞാൻ നല്ല ഇടയനാകുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഒരു നല്ല ഇടയൻ ചെയ്യുന്നതായുള്ള അതേ പ്രവൃത്തികൾ എന്താണെന്നൊക്കെയും അതേ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, ഒരു ഇടയൻ തന്റെ ആടുകൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ഹല്ലേലൂയ അതെയൊക്കെയും അതേ പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്നവനാണ് ദൈവമാ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ, അവന്റെ ആടുകളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും അറിയുന്ന ദൈവം നിന്നെ നടത്തുന്നവനായിട്ടുള്ള ദൈവമാണ്. അറിയുന്ന ദൈവം നിന്നെ നടത്തുന്നവനായിട്ടുള്ള ഒരു ദൈവം കൂടെയാ. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ ഈ സങ്കീർത്തനത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്താ പറയുന്നത് ചോദിച്ചാൽ അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ നിന്റെ കണ്ണ് എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പിന്നാകാലമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ഹല്ലേലൂയ. ഗോഡ് സീസ്. ഹല്ലേലൂയ. ദൈവം അറിയുന്നു, ദൈവം നടത്തുന്നു, ദൈവം നിന്നെ കാണുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതൊന്നും ആരും അറിയുന്നില്ല എന്ന്. ഹല്ലേലൂയ. ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് പലതും മറച്ചു വെക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് അത് മറച്ചു വെക്കുവാനായിട്ട് സാധിക്കും. സ്വന്തപ്പെട്ടവരുടെ മുന്നിൽ നമുക്ക് പലതും മറച്ചു വെക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മുൻപിൽ പലതും മറയ്ക്കുവാനായിട്ട് സാധിക്കും. ഭാര്യയ്ക്ക് പലതും അതേ ഭർത്താവിന്റെ മുമ്പിൽ മറയ്ക്കുവാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് പിതാക്കന്മാരുടെയും മാതാവിന്റെയും അടുക്കൽ പലതും മറയ്ക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ നമുക്ക് പലതും നമ്മളെ കുറിച്ച് മറച്ചു വെക്കുവാനായിട്ട് സാധിക്കും. എന്റെ ആത്മീയ ജീവിതത്തിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പലപ്പോഴും അതേ മൂടുപടമാക്കി നമ്മൾ വെച്ച് അതേ മറച്ചു വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഈ വലിയവനായിട്ടുള്ളൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലൊരു അതേ ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ഹല്ലേലൂയ. അതേ ഒരു അപ്പനും അതേ മോഷ്ടാവായിട്ടുള്ളൊരു അപ്പനും തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ അതേ ഒരു മോഷണത്തിനായിട്ട് പോയി. ആ മകൻ അതേ ഒരു ക്രിസ്ത്യാനി കുടുംബമാണ്. ഹല്ലേലൂയ. അതേ അവൻ സൺഡേ സ്കൂളിനൊക്കെ പോകുന്നതാണ്. അന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു. അവൻ സൺഡേ സ്കൂളിൽ പോയപ്പോൾ അവിടെ അധ്യാപകൻ പഠിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ദൈവം എല്ലാവരെയും കാണുന്നു എന്നുള്ള വിഷയമാണ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പൻ മോഷ്ടിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ഏത്തക്കൊല വെട്ടാനായിട്ട് ഏത്തക്കൊല കൂട്ടത്തിന്റെ ഇടയിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ മകനോട് പറഞ്ഞു, അതെ ഞാൻ കൊല വെട്ടുന്നതായുള്ള അവസരത്തിൽ നീ ഒരു കാര്യം പറയണം, ഹല്ലേലൂയ നോക്കിക്കൊള്ളണം, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നീ എന്റെ കൈയൊന്ന് കൊട്ടിയേക്കണം. എന്തിനാ ചോദിച്ചാൽ
അതെ അവർ വരുന്നുണ്ടെന്ന് അറിയിക്കുവാനായിട്ടാണ്. ഹല്ലേലൂയ. അത് ആരും കാണാതെ വണ്ണം ഇത് ചെയ്യണമെന്നാണ്. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ അപ്പൻ അദ്ദേഹം വാഴക്കുല വെട്ടാനായിട്ട് ആ കത്തിയെടുത്ത് വാഴക്കുല ഇങ്ങനെ വെട്ടാൻ തുടങ്ങുമ്പോൾ അതേ മകൻ കയ്യൊന്നടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അപ്പൻ ചോദിക്കുകയാണ്, നീ ആരാടാ വരുന്നത്, നീ വല്ലവരും കണ്ടോ? പറയുകയാണ്, ഹല്ലേലൂയ, ഒരാൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം കാണുന്നു. ഹല്ലേലൂയ. ദൈവം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു കഥയാകുന്നെങ്കിലും ഒരു കാര്യം വാസ്തവമുണ്ട്. ഹല്ലേലൂയ. ഒരു സത്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നെ കാണുന്നവരായിട്ടൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാം തന്റെ ദാസിയായിട്ടുള്ള ഹാഗാറിനെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കടത്തിവിട്ടു. ഹല്ലേലൂയ. ഒരു കുഞ്ഞു പൈതലിനെയും അവളെയും കൂടെ ഹല്ലേലൂയ ഒരു തുരുത്തി വെള്ളവും അതെ അപ്പവും കൊടുത്തിട്ട് ഹല്ലേലൂയ ആ മരുഭൂമിയിലേക്ക് കടത്തിവിട്ടു. നിങ്ങൾ ഓർത്ത് നോക്കണം, ഒരു മരുഭൂമിയിൽ ഒരു കുഞ്ഞു പൈതലും ഒരു മാതാവും കൂടെ എത്ര നാളത്തേക്ക് ഒരു തുരുത്തി വെള്ളവുമായി ജീവിക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. അവൾ കരഞ്ഞപ്പോൾ അതെ അവിടെ വായിക്കുന്നത് അതേ പൈതലിന്റെ കരച്ചിൽ കേട്ടിട്ട് ഹല്ലേലൂയ അതേ അവരെ കാണുന്നവരായിട്ട് ദൈവം അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നു എന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങളെയും കാണുന്നവരായിട്ടുള്ള ഒരു ദൈവം ഉണ്ട് എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ അതേ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതേ കർത്താവ് അതേ നമ്മുടെ എല്ലാം കാണുന്നവനായിട്ടുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനകർത്താവ് പറയുന്നത്, നിന്റെ കണ്ണ് എന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, ലോകം ചിന്തിക്കുന്ന കാര്യമാണ്, അല്ലെ നമ്മളെ അതെ ദൈവമൊന്നും കാണുകയില്ല എന്ന്. ഹല്ലേലൂയ. ഈ നാളുകളിൽ സയൻസൊക്കെയും അതിന്റെ ശാസ്ത്രങ്ങളൊക്കെയും അതേ ഉന്നമനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ദൈവമുണ്ടോ എന്നും ദൈവത്തിന്റെ ശക്തി എന്താണെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും ഒക്കെയും അതേ സയൻസൊക്കെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ അതിന്റെ മധ്യത്തിലും ഒരു കാര്യം ദൈവം ഇതിൽ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഈ വലിയൊരു ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മളെ അറിയുന്നതായിട്ടുള്ള, നമ്മളെ കാണുന്നതായിട്ടുള്ള, നമ്മളെ നടത്തുന്നതായിട്ടുള്ള ഒരു വലിയ ശക്തി ഉണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ അത് അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ അതേ വായിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. അതേ നമ്മളവിടെ കാണുന്ന ഒരു വലിയ സത്യമുണ്ട്. അതിൽ 17-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായത്, അവയുടെ ആകത്തുകയും എത്ര വലിയതുമായ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തോട്ട്സ് ഓഫ് അവർ ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ കാര്യങ്ങളിലൊക്കെയും ഹല്ലേലൂയ അവന്റെ വിചാരങ്ങളിൽ ഉള്ളതാണ്. ഹല്ലേലൂയ അവന്റെ ആലോചനയിൽ ഉള്ളതാണ്. ഹല്ലേലൂയ അതെ നമുക്ക് എന്ത് ആവശ്യമുണ്ട് എന്നുള്ളത്, അതെ നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയും ദൈവം ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ അതേ നമുക്ക് വേണ്ടി അത് ക്രമീകരിക്കുന്നവനായിട്ടുള്ളൊരു ദൈവമാണ്. ഹല്ലേലൂയ അവന്റെ പ്രൊവിഷനെ കുറിച്ചാണ് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. ഹല്ലേലൂയ അതെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അതേ ദൈവത്തിന്റെ മക്കളെയൊക്കെയും അല്ലെങ്കിൽ പിതാക്കന്മാരെയൊക്കെയും അതേ ദൈവം അവരുടെ ആവശ്യങ്ങളിൽ കടന്നു ചെന്ന് അതേ സഹായിക്കുന്നവനായിട്ടുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വിചാരങ്ങൾ എന്താണെന്നുള്ളത് അതേ മനുഷ്യന് അതേ അവന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാ ദൈവത്തിന്റെ വിചാരങ്ങളെ അവൻ മനസ്സിലാക്കുവാനായിട്ട് അതേ സാധിക്കുന്നത്. ഹല്ലേലൂയ ദൈവത്തിന്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ എന്തിനായി ഭൂമിയെ നമുക്ക് നൽകിയിരിക്കുന്നത്? എന്തിനായി ആകാശത്തെ അവൻ വിരിച്ചിരിക്കുന്നത്? എന്തിനാ അവൻ അതേ തന്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി നൽകി തന്നത്? ഹല്ലേലൂയ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ അതേ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതേ ദൈവത്തിന്റെ വിചാരത്തിലുണ്ടായിരുന്നു ഈ മനുഷ്യനിൽ നിന്ന് നശിച്ചു പോകുവാൻ പാടില്ല. ഹല്ലേലൂയ ദൈവവിചാരത്തിന്റെ ഭാഗമായിട്ടാണ് തന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അവൻ അയച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദാവീദ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പറയുമ്പോൾ അവന് പറയുവാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അവൻ പറയുന്നത് ഹല്ലേലൂയ അതേ ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായി അതേ വാഴിച്ച് ദൈവം അതേ അഭിഷേകം ചെയ്ത് ആക്കി വെച്ചുവെങ്കിൽ തന്നെയും ഹല്ലേലൂയ അവനെ ആ സ്ഥാനത്ത് നിന്ന് മറിച്ചിട്ടുകൊണ്ട് ഹല്ലേലൂയ അവിടേക്ക് എന്നെ ഇരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മനസ്സിൽ കടന്നു വന്നതായിട്ടുള്ള വലിയ വിചാരമാണ് എന്റെ ജീവിതത്തിന്റെ അനുഭവം എന്ന് ദാവീദ് പറയാ. ഹല്ലേലൂയ അതുകൊണ്ട് നിന്റെ വിചാരങ്ങൾ എത്ര വലുതാണ്. ഹല്ലേലൂയ ദാവീദ് പറയാ. പ്രൈസ് ദി ലോർഡ് നമ്മളെ അറിയുന്നവനായിട്ടുള്ള ദൈവം. ഹല്ലേലൂയ നമ്മളെ അതേ നടത്തുന്നവനായിട്ടുള്ളൊരു ദൈവം. ഹല്ലേലൂയ നമ്മളെ കാണുന്നവനായിട്ടുള്ളൊരു ദൈവം. ഹല്ലേലൂയ നിന്റെ വിചാരങ്ങളെ അറിയുന്ന അതറിഞ്ഞ് നിനക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നവനായിട്ടുള്ളൊരു ദൈവം. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവത്തിന്റെ അറിവ്,
ദൈവത്തിന്റെ നടത്തിപ്പ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ അതേ കാഴ്ച, ഹല്ലേലൂയ, ദൈവത്തിന്റെ വിചാരങ്ങൾ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, അതേ ദൈവമേ, അതേ നിന്നെ ഞാൻ എന്റെ അതേ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുന്നവനായിരിക്കും, ഹല്ലേലൂയ. നീ എന്നെ ഒന്ന് ശോധന ചെയ്തിട്ട്, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അതേ അവിടുത്തേക്ക് അതേ അനിഷ്ടമായിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദൈവമേ നീ എന്നെ ഒന്നുകൂടി ശോധന ചെയ്യണമേ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതേ ഓർപ്പിക്കുവാനായിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നിന്നെ അറിയുന്ന ദൈവം, അതേ നടത്തുന്ന ദൈവം, അതേ കാണുന്നവനായിട്ടുള്ള ദൈവം, നിന്റെ വിചാരങ്ങളെ ക്രമീകരിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. ദൈവമേ, നിന്റെ പരിശോധന എന്റെ ജീവിതത്തിലൊന്ന് ആവശ്യമുണ്ട്, നിന്റെ ഒരു ശോധന എന്റെ ജീവിതത്തിലൊന്ന് ആവശ്യമുണ്ട്, ഹല്ലേലൂയ. അവിടെ ദാവീദ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് 23ഉം 24ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ പറയുകയാണ്, ദൈവമേ നീ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, ഹല്ലേലൂയ. ഡോക്ടർ വലിയ വൈദ്യന്റെ അടുക്കിലേക്ക് കടന്നു നിന്നിട്ട് ഒരു രോഗി പറയുന്നത് പോലെ, ഹല്ലേലൂയ, നീ എന്നെ ഒന്ന് പരിശോധിക്കണമേ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, നിനക്ക് പറയുവാനായിട്ട് കഴിയുമോ, ദൈവമേ നീ എന്നെ ഒന്ന് അതേ ശോധന ചെയ്യണമേ, നീ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വ്യസനത്തിനായിട്ടുള്ള ഒരു മാർഗം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഉണ്ടോ എന്ന് നോക്കി എന്നെ ഒരു ശാശ്വതമായിട്ടുള്ള മാർഗത്തിലേക്ക് നടത്തണമേ, എന്നെ ഒരു ശാശ്വതമായിട്ടുള്ള മാർഗത്തിലേക്ക് നടത്തണമേ. നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മളെല്ലാവരും ശാശ്വതമായിട്ടുള്ളൊരു അനുഭവത്തിനെ പ്രതീക്ഷിക്കുന്നവരാണ്. ഒരു നിത്യജീവന്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ നിത്യതയുടെ അനുഭവത്തിലേക്ക് നമ്മൾ അത് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാ, ഹല്ലേലൂയ. അതിന് തടസ്സമായിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും വ്യസനത്തിന്റെ മാർഗം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ, നിത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ അതിൽ നിനക്ക് തടസ്സമായിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും വ്യസനത്തിന്റെ മാർഗമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയാ, അതിനെ ഒന്ന് ശോധന ചെയ്തിട്ട്, കർത്താവേ എന്നെ ആ നീതിയുടെ പാതയിലേക്ക് നിത്യമായിട്ടുള്ള അനുഭവത്തിലേക്ക് അതെ കൊണ്ടുപോകണമേ, ഹല്ലേലൂയ. എന്റെ ദൈവം അതേ വലിയവനായിട്ടുള്ള ദൈവമാ, എന്റെ ദൈവം അതേ അറിവുള്ളവനായിട്ടുള്ള ദൈവമാ, എന്റെ ദൈവം അവനെ നടത്തുന്നവനായിട്ടുള്ള ദൈവമാ, അവൻ അതേ കാണുന്നവനായിട്ടുള്ള ദൈവമാ, അവൻ എന്റെ വിചാരങ്ങളെ അറിയുന്നവനായിട്ടുള്ള ദൈവമാ, ഹല്ലേലൂയ. അങ്ങനെയുള്ള എന്റെ ദൈവം, ഹല്ലേലൂയ, അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നീ സാധിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അതെ നിന്റെ കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അതേ ദൈവം നിന്നെ അതേ നിത്യമായിട്ടുള്ള അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ഹല്ലേലൂയ. വലിയവനായ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അതെ നമ്മളെ എല്ലാവരെയും നിത്യമായിട്ട് അനുഭവത്തിലേക്ക് അതെ കൊണ്ടുപോകുവാനായിട്ട്, ഹല്ലേലൂയ, അതെ ശാശ്വതമായിട്ടുള്ള നശിച്ചു പോകാത്തതായിട്ടുള്ള ഒരുത്തർക്കും തകർക്കുവാൻ കഴിയാത്തതായിട്ടുള്ള സാത്താന് പ്രവർത്തിപ്പാൻ കഴിയാത്തതായിട്ടുള്ള അതേ നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുവാനായിട്ട്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നതിലെങ്കിൽ അതെ കേൾക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ അതേ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് അതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാം, കർത്താവേ, ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരുവാൻ സാധിക്കാതെ ആയിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും വ്യസനത്തിന്റെ മാർഗം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്റെ വാക്കുകളിൽ കൂടെ പ്രവൃത്തിയിൽ കൂടെയോ എന്റെ ചിന്തകളിൽ കൂടെയോ, ഹല്ലേലൂയ, ആ നിത്യത എനിക്ക് നഷ്ടപ്പെടുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവമേ അതൊന്ന് പരിശോധിച്ചിട്ട്, ഹല്ലേലൂയ, അതിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി, ഹല്ലേലൂയ, ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ കർത്താവ് നിന്നെ ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും, ഹല്ലേലൂയ. ആ ദൈവം നിന്നെ അങ്ങനെ കടത്തിക്കൊണ്ടുവരുവാൻ മതിയായവനാണെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. കർത്താവിന്റെ വചനത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഹല്ലേലൂയ, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ അവൻ നമുക്ക് അവകാശം ഒരുക്കിയിരിക്കുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകം ഇരുണ്ട ലോകമാണ്, അതേ തകർന്നതായിട്ടുള്ള ലോകമാണ്, അതേ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ലോകമാണ്, അതേ മക്കളുടെ ജീവിതത്തിൽ അതേ മുന്നേറുവാൻ അതേ പ്രയാസപ്പെടുന്നതായിട്ടുള്ള ലോകമാണ്, ഹല്ലേലൂയ. ഇതിന്റെ മധ്യത്തിൽ അതേ വലിയവനായ ദൈവം അതേ നമ്മളെ നടത്തുകയും അതേ കാക്കുകയും അതേ അവൻ നിത്യത വരെയും നമ്മളെ എത്തിക്കുകയും ചെയ്യുവാനായിട്ടുള്ള ദൈവമാണ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ആ
കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നെ അംഗീകരിക്കും. ഹല്ലേലൂയ. നിന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. നിന്റെ ഏത് അവസ്ഥയിലും ഹല്ലേലൂയ നിന്നെ സ്വീകരിപ്പാൻ അവൻ ഇന്ന് സന്നദ്ധമാണ്. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ടുണ്ട്. അത് ഞാൻ അവിടെ അതേ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അവൻ അത് പിതാവിന്റെ ഇളയ മകനായിരുന്നു. അവൻ അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു ദിവസം പറയുക, ഹല്ലേലൂയ, അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, അപ്പാ എനിക്ക് വരേണ്ടത് നീ എനിക്ക് തരണം. ഹല്ലേലൂയ. അതെ, ഗിവ് മീ വാട്ട് അതെ ഐ ഹാവ്. ഹല്ലേലൂയ. എനിക്കുള്ളത് നീ എനിക്ക് തരിക എന്നാണ് അവൻ പറയുന്നത്. ഹല്ലേലൂയ. അതെ, അപ്പൻ സന്തോഷത്തോടെ അല്ല എങ്കിൽ തന്നെയും അവന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് അവനെ പറഞ്ഞയച്ചു. അവൻ പോയി ജീവിച്ച് അപ്പനിൽ നിന്ന് ലഭിച്ചതൊക്കെ നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. ജീവിതം തകർന്നവനായി കടന്ന് അത് വീണ്ടും പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. പിതാവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവൻ പറയുക, അപ്പാ ഹല്ലേലൂയ, ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഹല്ലേലൂയ, ഗിവ് മീ വാട്ട് ഐ ക്യാൻ. ഹല്ലേലൂയ. എനിക്കുള്ളത് നീ എനിക്ക് തരിക എന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഇന്ന് നിന്റെ സന്നിധിയിൽ എനിക്ക് പറയുവാനുള്ളതൊന്നും മാത്രമേ ഉള്ളൂ. മേക്ക് മീ വാട്ട് യു ക്യാൻ. ഹല്ലേലൂയ. എന്നെ നീ നിനക്കിഷ്ടപ്രകാരമാക്കി തീർത്തുകൊള്ളുക. ഹല്ലേലൂയ. നിനക്കിഷ്ടപ്രകാരം എന്നെ ആക്കിക്കൊള്ളുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിനക്കിഷ്ടപ്രകാരം എന്നെ ആക്കിക്കൊള്ളണമേ. നിന്റെ ഇഷ്ടപ്രകാരം എന്നെ ആക്കിക്കൊള്ളണം. വ്യസനത്തിന് മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ. നിത്യതയുടെ അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ. വിശ്വാസത്തോടു കൂടി ഞാനിതാ കടന്നു വരുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവേ, നിന്റെ സന്നിധിയിൽ ഞാൻ വിശ്വാസത്തോടു കൂടെ കടന്നു വരുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്നോ നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവം എന്നെ ശോധന ചെയ്യും. ശോധന ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. പരിശോധിക്കുന്ന ദൈവം, നടത്തുന്നവനായുള്ള ദൈവം, അത് നമ്മളെ കാണുന്നവനായുള്ള ദൈവം, നമ്മുടെ വിചാരങ്ങളെ ഒക്കെ ക്രമീകരിക്കുന്നവനായുള്ള ദൈവം. ഈ ദൈവം നമ്മളെ ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് നടത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി